ഞാൻ 2 അപ്പം മേടിച്ചു. ഒരു കാര്യത്തിൽ എനിക്കിഷ്ടമാണ്, എല്ലാം തുറന്നു പറയും. ആണോ? തുറന്നു പറയണം ഏട്ടാ, നമ്മൾ തുറന്നു പറയണം. എനിക്ക് ഒരു മടിയില്ല തുറന്നു പറയുന്നതുകൊണ്ട്. പിന്നെ എനിക്ക് നന്നായിട്ട് എന്നെ നല്ല വിശ്വാസമുള്ളതുകൊണ്ടും. ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കുന്ന 2-3 പേര് ഈ ലൈവിൽ തന്നെ കാണുന്നുണ്ട്. അവർക്കറിയാം ബിജി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ കേൾക്കുന്ന ആൾ എന്നെ ഉപേക്ഷിച്ച് കളയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരാതിരിക്കുകയോ അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് അടിച്ചോ അതൊന്നുമില്ല. കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം ഞാൻ എന്താണെന്ന്. ഓക്കെ, ഡെയിലി മാക്സിമം എത്ര കളിയാണ് റെക്കോർഡ്? ഞാൻ ഡെയിലി കളിക്കാറില്ലപ്പാ, എൻ്റെ പണി കളിയല്ല. ഓക്കെ, ഇനി എനിക്കൊരാളെ വെക്കണം കളിക്കാൻ. ഡെയിലി അല്ല, മന്ത്ലി 3 പ്രാവശ്യം അല്ലെങ്കിൽ വീക്കിലി വരുന്ന ആളെ വെക്കണം. അത് വലിയ മുട്ടയുള്ളവനെ കണ്ടുപിടിക്കണം. തുറന്നു പറയുമ്പോൾ പെട്ടെന്ന് ആരെയും അടുപ്പിക്കില്ല, അതാണ്. ഇതിലാരെങ്കിലും ഉണ്ടോ വലിയ അണ്ടിയുള്ളവരൊന്ന് കൈബന്ധിക്കുമോ? അല്ല, ആരെങ്കിലും ഉണ്ടോ? നീ ആരെയും സന്തോഷിപ്പിക്കും ചക്കരെ. ഞാൻ നന്നായിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ തിരിച്ച് സന്തോഷിപ്പിക്കും. അല്ലാതെ എനിക്കിഷ്ടമല്ല. ഒരാൾ മാത്രം സൂചിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പം അതിന് നമ്മൾ ഒരാളെ വെക്കണം. നമുക്കും സൂചിക്കാൻ നമ്മൾ ഒരാളെ വെക്കണം. അതിന് ഇതിലൂടെ ഒരാളെ കിട്ടിയിട്ടില്ല, തപ്പുന്നുണ്ട്. എനിക്ക് ചിരി വരുന്നു. വലുത് കയറുമ്പോഴേ നമുക്കുള്ള എനിക്ക് സുഖം അറിയും. ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, വലുത് കയറുമ്പോൾ തലേണ വയ്ക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തട്ടും. എനിക്ക് സത്യം നമ്മുടെ ഗർഭപാത്രത്തിൽ ഒരു ആണിൻ്റെ ലിംഗം ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ തട്ടിയാലാണ് ഒരു പെണ്ണിന് സുഖം കിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയോ? ചെറുത് കയറി കഴിഞ്ഞ് ചെറിയ സാധനമാണെങ്കിൽ നമ്മൾ തലേണ വയ്ക്കണം. ഏതൊരു പുരുഷനും ഒരു പെണ്ണിനെ ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ലിംഗത്തിൻ്റെ തുമ്പ് നമ്മുടെ ഗർഭപാത്രത്തിൽ മുട്ടിയാൽ മാത്രമേ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുള്ളൂ. മനസ്സിലായോ? തട്ടണം. ഗർഭപാത്രത്തിൻ്റെ ആ ഒരു ഇതിൽ തട്ടിയാൽ മാത്രമേ ഒരു പെണ്ണിന് ആ ഒരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയാൻ പറ്റാത്ത സുഖമായിരിക്കും. തട്ടണം. അവിടെയാണ് ഒരു പെണ്ണിൻ്റെ സുഖം ഇരിക്കുന്നത്. അല്ലാണ്ട് എന്തും വ്യവസായം യോനിക്കാതെ അടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എത്ര ഇഞ്ചാണ് വേണ്ടത്? ഈ മാർക്കന് കുറേ നേരം മെസ്സേജ് എങ്ങനെ അറിയാൻ പറ്റും? അത് അറിയാൻ പറ്റും. ഒരു ബന്ധപ്പെടുന്ന ഒരു പെണ്ണിനെ അറിയാൻ പറ്റും. ഓക്കെ, ഒരു പെണ്ണിനെ തൃപ്തിയാക്കാൻ പറ്റാത്ത ഒരു പുരുഷൻ അവനൊരാണല്ല. ഓക്കെ, അതുകൊണ്ട് ഒരുത്തിന് സുഖം മാത്രം നോക്കിയിട്ട് പോയിട്ടും ഒന്നുമില്ല. ആ പോകുന്ന അതായത് ഒരാളുടെ പങ്കാളിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നവനായിരിക്കണം ആണ്. ഓക്കെ, അവനവൻ്റെ സുഖം മാത്രം നോക്കിയിട്ട് അവന് സാമാനത്തിൽ വെള്ളം കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ പെണ്ണിനെ തൃപ്തിപ്പെടുത്താനും ആ പെണ്ണിന് സുഖം കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, ചില ആണുങ്ങൾ ചിന്തിക്കത്തില്ല പെണ്ണുങ്ങൾക്ക് എത്രത്തോളം അവരുടെ മാനസികാവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, അവർക്ക് നമ്മൾ സുഖം കൊടുത്തില്ല, നമ്മൾ ഒരിക്കലും ചിന്തിച്ചു നോക്കണം. നമ്മൾക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, പൊളി. ഞാൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ മാറി സങ്കടപ്പെടും. നമ്മളൊന്ന് ഹാപ്പിയാക്കി നോക്കിയേ. നമ്മൾ ആ 3-4 ദിവസം 2-3 ദിവസം നല്ല ഹാപ്പിനെസ് ഒക്കെ നമ്മുടെ മുഖത്ത്. നമുക്കൊരാണിൻ്റെ കയ്യിൽ നിന്ന് നല്ല സുഖമോ നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എങ്ങോ ഇല്ലാത്തൊരു സന്തോഷമായിരിക്കും ഒരാഴ്ച. അല്ലെങ്കിൽ മുഖത്തിന് നല്ലൊരു എനർജി ആയിരിക്കും ഒരാണിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ. മനസ്സിലായോ? മുഖത്തിനന്ന് നല്ല തെളിച്ചമുണ്ടാവും, മുഖത്തിന് നല്ല ഹാപ്പിനെസ് കാണും. ഓക്കെ, നമുക്കത് കിട്ടാണ്ട് വരുമ്പോഴാണ് ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ ഒരാണിൽ നിന്നൊരു സുഖം കിട്ടിയില്ലെങ്കിൽ അവൾമാർക്ക് എപ്പോഴും പ്രഷറായിരിക്കും. മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പെണ്ണിന് സുഖിക്കണം എന്നാണ് പറയുക. അത് കിട്ടിയില്ലെങ്കിൽ ഏത് പെണ്ണിനും ഭ്രാന്ത് പിടിക്കും.
പ്രഷർ കയറും, ഇതൊക്കെ വരും. അവർക്കും വേണ്ട എപ്പോഴെങ്കിലും ഒരു പെണ്ണ് സൂഹിക്കണം. ഓക്കെ, അത് അവർക്ക് കിട്ടേണ്ട സുഖം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ആ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം ഒരു നല്ലൊരു മുഖത്തിനൊക്കെ നല്ല എനർജി ആയിരിക്കും, സംസാരിക്കാൻ എനർജി ഉണ്ടാവും, അവരുടെ മുഖത്ത് തന്നെ ഒരു എന്താ പറയുക ഒരു പ്രകാശമൊക്കെ ആയിരിക്കും. ഓക്കെ, ചില ആണുങ്ങൾക്കുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പല മാസികകളിലും പല ഇതിലും ഞാൻ വായിച്ചതാണ്. ചില ആണുങ്ങൾക്ക് അങ്ങനെയാണ്, അവരുടെ പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രഷർ, തലവേദന, ടെൻഷനൊക്കെ ആയിരിക്കും. എപ്പോഴെങ്കിലും ഈ ആണുങ്ങൾ എന്താ കൈ കൊണ്ട് പിടിക്കണേ? എന്തുകൊണ്ടാ? ഈ എപ്പോഴെങ്കിലും ആണുങ്ങൾ കൈ കൊണ്ട് പിടിച്ചാൽ അത് ശുക്രം കളയണം, ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ, ടെൻഷൻ, തലവേദന കൂടും. ഈ തലവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആഴ്ചയിൽ അല്ലെങ്കിൽ മാസം ഒരു 3-4 വട്ടം എനിക്ക് കൈ പിടിച്ച് കളയണം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കിട്ട് ഭയങ്കര പ്രഷറായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരിക്കും. പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എനിക്ക് ചിരി വരുന്നത് ചിരിപ്പിക്കില്ല കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര ഗോവിന്ദൻകുട്ടി ഭയങ്കര ചമ്മലുള്ളൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ ഈ കാണുന്ന പോലും ഒന്നുമല്ല. ഡയറക്റ്റ് എന്നോട് ഇങ്ങനെ സെക്സിൽ ഇതിൽ പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര ചമ്മല. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴും എനിക്ക് ഭയങ്കര നാണാണ്. നമ്മൾ തെറിയും ചീത്തയൊക്കെ പറയുമെങ്കിലും എനിക്ക് ഭയങ്കര ചമ്മലുള്ളൊരു ഭയങ്കര നാണമാണ്. എനിക്ക് നാണക്കാരിയാണ് ഞാൻ. പൊതുവെ ലൈവിൽ കാണുന്ന പോലെ ഒന്നുമല്ല ഞാൻ. ഇനിയിപ്പം ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്നാൽ പോലും ഇവിടെ എൻ്റെ അടുത്ത് കടലിരുന്നിട്ട് സെക്സിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അശ്ശിയെന്ന് പറഞ്ഞാൽ കണ്ണൂർത്തുന്ന ഒരു ലേഡിയാണ് ഞാൻ. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാളാണ്. കച്ചിൽ വേറെ ഒന്നും ഉണ്ടല്ല, ഇത് സോഷ്യൽ മീഡിയ അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, എങ്കിലും ഞാൻ പറയാം. ഓക്കെ, എനിക്ക് ചിരി വരും കേട്ടോ, ഭയങ്കര നാണം വരും, അതുകൊണ്ടാണ്. ഇച്ചിരി വെള്ളമില്ല പോലുമില്ല, ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഭയങ്കര ചമ്മലാണ് കേട്ടോ, ഭയങ്കര നാണം എനിക്ക്. ഇച്ചിരി വെള്ളം കുടിച്ചോടാ, ഞാൻ പറയാം. എനിക്ക് നാണം വന്നാൽ ചെയ്താൽ ഞാൻ അപ്പം വെള്ളം കുടിക്കും. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ഒന്നും വല്ലാത്ത ചോദ്യമല്ലോ. ഗോവിന്ദൻകുട്ടി ഇങ്ങോട്ട് വാ, എൻ്റെ കൊച്ചു വാ. ബോഡി നല്ലതാ, ആയിക്കോട്ടെ. എന്താ കാര്യം? ഒന്നുമില്ല. എനിക്ക് ഷെയർ